അല്ലെങ്കിൽ നാട്ടിലൊരു പരിപാടി എടുക്കുമ്പോൾ എനിക്ക് സമയത്ത് എത്താൻ പറ്റും. ഇപ്പൊ അമ്പലത്തിൽ പരിപാടി എടുക്കുന്ന 2ാം ദിവസമായി. ഇന്നത്തെ അടുത്ത മെയിൻ പരിപാടി നാടൻപാട്ടാണ്. 8 മണിക്ക് തുടങ്ങുള്ളൂ, പക്ഷെ ഞാൻ 7 മണിക്ക് എത്തിയിട്ടുണ്ട്. അല്ല അതങ്ങനെയാണല്ലോ. ജസ്റ്റ് ഒന്ന് മേക്കപ്പ് പോയിപ്പോ ഒരാടെ മേക്കപ്പിലാണ്. അപ്പൊ നാടൻപാട്ട് മാത്രമല്ല, അവരുടെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. 8 മണിക്ക് തുടങ്ങും പറഞ്ഞിട്ട് ഇപ്പൊ തട്ടരേ ഇപ്പോഴും പരിപാടി അടങ്ങിയില്ല. ഇപ്രാവശ്യം ഞാൻ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് ടാഗ് ഒന്നുമില്ല. ഇവിടെ എടുത്തിനടുത്ത് ഉണ്ടായിട്ട് അതിന്റെ പരിപ്പുകൾ അങ്ങനെ ദീർഘ നേരത്തിനോട് നാടൻപാട്ട് തുടങ്ങി. പാലക്കാടുള്ള ഗ്രാമിക നാടൻപാട്ട് ടീമിന്റെ പരിപാടി ഫസ്റ്റ് ഒക്കെ ഫുള്ള് പാട്ടായിരുന്നു. പിന്നെ ഓരോ ഐറ്റംസ് വരൽ തുടങ്ങി. സംഗതി വിചാരിച്ച മാതിരി കേട്ടോ, സംഭവം നൈസായി. ഇനി സ്വല്പം നമുക്ക് പാട്ട് ആസ്വദിക്കാം. സംഭവം നമ്മളൊന്ന് ആസ്വദിച്ച് വരുന്നത്. അതിനിടയ്ക്കാണ് ആൾക്കാരൊക്കെ പാട്ട് എണീറ്റ് ഓടും. നീച്ച് നോക്കിയപ്പോ പാമ്പാത്ര ആദ്യം ചന്തിക്കൊന്നും കടിയിട്ടാഞ്ഞത്. സംഭവം ആളെ നോക്കിയിട്ട് കാണാനില്ല. വെയിലെ പോയോ എന്തോ. അതൊന്ന് കഴിഞ്ഞ് നോക്കിയപ്പോ ഇവിടെ വെറൈറ്റി വരൽ തുടങ്ങി. സംഭവം കാന്താരത്തെ തെയ്യം വരണ്ടേന്ന് അത് കിടിലനായി. അതിനിടയ്ക്ക് മെയിൻ കമ്മിറ്റിക്കാരിയായ മൈ മദർ അതിനടുത്തേക്ക് പോണ കുട്ടികളെ പിടിച്ചു മാറ്റുന്നത്. അതും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ യാദൃശ്ചികമായി കണ്ട വെറൈറ്റി സ്റ്റെപ്പുകൾ അങ്ങോട്ട് നോക്കുക. ഏതാ സ്റ്റെപ്പുകൾ അത് ആരോ എന്തോ ഏതായാലും സംഭവം കൊള്ളാം. അങ്ങനെ സമയം ഏകദേശം 10-10 ഗൈസ്. അപ്പേക്കിന് വരെ മെയിൻ സംഭവങ്ങളൊക്കെ വരലുണ്ട്. അത് കണ്ടിരുന്നോണ്ട് സമയം പോയി തറഞ്ഞില്ല. നാളെയാണ് ഗൈസ് നമ്മളെ മെയിൻ പരിപാടി. അതുകൊണ്ട് നമ്മളിന്ന് ചെറുതായിട്ട് ഡാൻസ് കളിക്കുന്നു. അങ്ങനെ പരിപാടി പോയിട്ട് ഒരു ആംപ്ലേറ്റ് അടിക്കണം. അങ്ങനെ സാധനം കിട്ടിയ ഉടനെ വായക്കിട്ടതേ ഓർമ്മ. അണ്ണാക്കല്ല അന്നനാളെ വരെ പൊള്ളിപ്പോയി.